ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇപ്പോ നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടും ഇക്കാര്യം വേറൊരാള് വിളിച്ച് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇക്കാര്യം പുറത്തറിയിക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടല്ലേ? ആദ്യം മോനെ പിരിയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരില് ഞാൻ മോളെ ചതിക്കൊന്നും തോന്നുന്നുണ്ടോ? എന്നെ മനുവിന് വിവാഹം കഴിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെയൊക്കെ കടമകൾ തീർന്നു. പക്ഷെ അവിടെ ചെന്ന് കയറിയ നിമിഷം മുതല് ഞാൻ അനുഭവിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ? ഏട്ടന്റെ അറസ്റ്റിനെ കുറിച്ച് അമ്മയും ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അത് കഴിഞ്ഞ ഇപ്പൊ ഇത് ഒന്നും വേണ്ട. നിത്യേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് വിളിക്കാനുള്ള മര്യാദ അച്ഛനും അമ്മയോ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കത്തില്ലായിരുന്നു. നിത്യേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ഇനി മനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. അയ്യോ മോളെ, തിരിച്ചു പോണമെങ്കിൽ ആദ്യം എന്റെ കൂടെ വേണം. പോലീസുകാരുടെ അന്വേഷണത്തിലേ ആദ്യം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കുന്നേ? മോളെ, കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറുടെ വീട്ടിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ? ജ്യോതി, ഇവിടെ സുഖമില്ലാതിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ചോദ്യങ്ങൾ എങ്ങനെയാ നിനക്ക് ചോദിക്കാൻ പറ്റുന്നേ? ഞാൻ പിന്നെ എന്ത് ചോദിക്കണം? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് വേണ്ട. ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യമൊന്നും നീ പറയണ്ട. അങ്ങനെ വേർതിരിച്ച് സംസാരിക്കേണ്ട സമയം പോലും ആയിട്ടില്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ശരിയാണ് മോളെ, നിനക്ക് അവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നിന്റെ അമ്മായിയമ്മ സംസാരിക്കുന്നത് കേട്ടാൽ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരാളങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം പിടിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്. നിത്യം നിനക്ക് സംശയമാണല്ലേ? മോളിറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ഇവിടുന്ന്. അമ്മേ, ജ്യോതി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. പറഞ്ഞോട്ടെ അമ്മ, അവളുടെ വിഷമം അവള് നമ്മളോടല്ലാതെ വേറെ ആരോടാ പറയുന്ന? വിഷമം പറഞ്ഞോട്ടെ, പക്ഷെ അതിന് മോളെ പറയുന്ന എന്തിനാ? എല്ലാവർക്കും സംശയം എന്നെയല്ലേ അമ്മ? അമ്മയ്ക്ക് അങ്ങനെ സംശയമില്ല മോളെ. ഇതിനു മുൻപും പരീക്ഷണങ്ങളിൽ ഒരുപാട് പെട്ടില്ലേ? അന്നൊക്കെ ചത്ത് ചതഞ്ഞു കിടന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഈശ്വരൻ നമ്മളെ ജീവിപ്പിച്ചിട്ടില്ലേ? ഇതിനൊരു പരിഹാരം ഉണ്ടാവും മോളെ. ഹലോ അമ്മാവ. ആ എടാ, നീ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേ? ഉണ്ട്. ആ എടാ, നിത്യക്കിപ്പോ എങ്ങനെയുണ്ട്? നിത്യ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കരച്ചില്ല. എടാ, പിന്നെ കൊച്ചിന്റെ കാര്യം എന്തുവായി? പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം മനുവുണ്ട്.
അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ മനുവാ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓ ഓ അല്ല മക്കളെ, എന്തുമായിരിക്കും ശരിക്കും സംഭവിച്ചിരിക്കുക? അറിയില്ല അമ്മാവ. ജ്യോതിയുടെ കൂടെ പോയേ പറ്റുമെന്ന് നിത്യ ആദ്യം മോനോട് പറഞ്ഞിരുന്നു. ഇനി അതിന്റെ സങ്കടത്തിലെങ്ങാനും അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണോന്നും അറിയില്ല. എന്തൊക്കെയായി പിള്ളേർ കാണിച്ചു കൂട്ടണേ? മക്കളെ, നിസ്സാര പ്രശ്നമാണോ ഇത്? മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അവര് മാറി മാറി നിത്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഛോ, അവരാരും ഒരു കനിവും കാണിക്കുന്നില്ല. ആ ജ്യോതി പോലും. ഹാ, എടാ അവർക്കൊക്കെ എന്തറിയാം? അവര് നോക്കുമ്പോ നിത്യ ആ കുടുംബമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തി അല്ലേ? അതിന്റെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞവർക്കല്ലേ അറിയാൻ പറ്റൂ. കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് നിത്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന പേടിക്കേണ്ടത്. ശോ, പ്രത്യേകിച്ച് ആ മനുവിന്റെ അമ്മ. ഫുഫ്. അവരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. ആ, ഡാ, നീ അതിനിടെ കയറി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട കേട്ടാ. അവരും അവരുടെ ബന്ധുവീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമായത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇടപെട്ടാല് ചിലപ്പോ അവര് വന്ന് ചോദ്യം ചെയ്തേക്കും. ഞാനതിന് ശ്രദ്ധിച്ചേ സംസാരിക്കുന്നുള്ളൂ. അവരുടെ രീതികൾ വെച്ച് ഒന്നിച്ചു പോവാനും ബുദ്ധിമുട്ടാ. നേരം പോകുന്നോറും കാര്യങ്ങൾ വയലന്റായിക്കൊണ്ടിരിക്കുക. അല്ല, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ആ, നിങ്ങളാണ് മനുവിന്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്? അല്ല, ഞങ്ങളാരും അവനെ തിരിച്ചു കിട്ടുന്നത് വരെ വീട്ടിലാരും അറിയണ്ടെന്നാ തീരുമാനിച്ചിരുന്നത്. അല്ലടാ, പിന്നെ എങ്ങനെയാ ഈ കാര്യം അവരറിഞ്ഞത്? അല്ല, ഇപ്പോ നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടും ഇക്കാര്യം വേറൊരാള് വിളിച്ച് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇക്കാര്യം പുറത്തറിയിക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടല്ലേ? അത് ശരിയാണല്ലോ. ആ, ഞങ്ങളാരും അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല. നീയെ ആദ്യം അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്ക്. എനിക്കെന്തോ കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞത് തൊട്ട് വേറെ എന്തോ ആ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മനസ്സിലേ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മാവ, എന്നിട്ട് ഞാൻ അമ്മാവനെ അങ്ങോട്ട് വിളിക്കാം. എടാ, അതെ, ഈ ഹോസ്പിറ്റലുകാർക്ക് ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞോന്നും അവള് മനുവിന്റെ വീട്ടോട്ട് പോയോന്നൊന്നും അറിയേല, ശരിയല്ലേ? അവിടെ സത്യത്തിൽ നിന്ന് നിത്യയെ ആശുപത്രി കൊണ്ടുപോയ നാട്ടുകാർക്കും അറിയേല. നീ ഉറപ്പിച്ചോ, ഇതിന്റെ പിന്നിലെ ആരോ കളിക്കുന്നുണ്ട്. മധുര നൊമ്പരക്കാറ്റ്